ഞാൻ തോമസ്, പള്ളിവക പേര് ദാവീദ്. ഇന്ന് ഞാൻ മറ്റൊരു പേരിൽ അറിയുന്നു, കള്ളൻ. ഇന്നലെ വരെയും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ഞാൻ. കർത്താവിന് നിരക്കാത്തതായി ഇതിനു മുൻപ് ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് നിലനിൽപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു. പട്ടിണിയാണ് ദൈവമേ കുറേ കാലമായി. മഴവെള്ളപ്പാച്ചിലിൽ നീ എനിക്കുള്ളതെല്ലാം എടുത്തു. എൻ്റെ അമ്മ, അവരായിരുന്നു എൻ്റെ അവസാനത്തെ കൂട്ട്. അവരും പോയി. മുണ്ടും മുറുക്കിയെടുത്ത് പണി ചെയ്തു. നിവർത്തികേടിൻ്റെ അങ്ങേയറ്റമെത്തിയപ്പോൾ തോമസ് കട്ടു ഒരു പിടിച്ചോറ്. കുറേ ഇരുന്നു ഞാൻ നാഥ എല്ലാവരോടുമായി ഒരു നേരത്തെ ആഹാരമെങ്കിലും തരാൻ. ആരും എൻ്റെ വാക്കുകൾക്ക് ചെവിക്കൊണ്ടില്ല. ഞാൻ വരുന്നു കർത്താവേ, എനിക്കിവിടെ മടുത്തു. എവിടെ ഇങ്ങനെയാണ് ആരും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാനോ മറ്റുള്ളവരെ പരിഗണിക്കാനോ താല്പര്യമില്ലാത്തവരാണ്. പക്ഷേ ഞാൻ ഈ ലോകത്തെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അയാൾ തൻ്റെ കണ്ണുനീരൊപ്പി തൊടിയിലെ പ്ലാവിൻ ചുവട്ടിലേക്ക് നടന്നു. കയ്യിൽ ഒരു കഷ്ണം കയറുമുണ്ട്. ദിവസങ്ങളേറെ കടന്നുപോയി. തോമസിനെ ആരും കണ്ടില്ല, ആരും കേട്ടില്ല. അവസാനമായി അവനെ കേട്ടത് ആ മുത്തശ്ശി പ്ലാവായിരുന്നു, അതിലെ കിളികളും. ഇന്നും അവൻ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും വരുമായിരിക്കും, ആരെങ്കിലും കാണുമായിരിക്കും എൻ്റെ ഈ ജീർണിച്ച ജഡം. അവർ മറവ് ചെയ്യുമായിരിക്കും. ഒരുപാട് പ്രതീക്ഷകളുമായി പറയാൻ ബാക്കി വെച്ചത് ആരോടും പറയാതെ അയാൾ കാത്തിരിക്കുകയാണ്. ഇന്നും ആ മരച്ചുവട്ടിൽ വരുമായിരിക്കും. ആരെങ്കിലുമൊക്കെ വരും. വരാതെ ഇവിടെ പോകാൻ. ഞാനും ഒരു ജീവിയല്ലേ ഈ സമൂഹത്തിലെ. എനിക്കും മരിക്കാനും ജീവിക്കാനും അവകാശമില്ലേ മറ്റുള്ളവരെ പോലെ? ഇതും ഒരവകാശം.